ഇപ്പൊ ദാവീദ് സിനിമയില് അലിൻ ജോസിനെ പ്രൊമോട്ട് ചെയ്യണ കണ്ടിരുന്നത്, എന്താണ് സംഭവം? സിനിമയല്ല, അതിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ലജിമോൾ എന്ന് പറഞ്ഞ് അലിൻ ജോസ് പെരേര, സന്തോഷ് വർക്കി എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റ് ചെയ്യണ കണ്ട്. പോസ്റ്റ് ചെയ്യാനല്ല, പേര് എടുത്ത് പറയുന്ന കേട്ടിരുന്നു. അത് പറയുന്ന വെച്ചാൽ ആന്റി വർഗീസിന് ഇപ്പൊ പറഞ്ഞത് കുഴപ്പമില്ല, പ്രിന്റ് എടുപ്പിച്ചില്ല. പക്ഷെ പലർക്കും അസ്വസ്ഥത തോന്നി. കാരണം അമ്മയിൽ വരെ ചർച്ച ചെയ്യാന്ന് എനിക്ക് തോന്നുന്നു. കാരണം പലരും പേരെടുത്ത് പറയുന്നു പറഞ്ഞിട്ടും ആൾക്കാരെടുത്ത് പറയുന്നുണ്ടല്ലോ, മനസ്സിലായി നടന്മാരെ. അപ്പൊ അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് സ്നേഹമുണ്ടല്ലോ, ആൾക്കാർക്ക് നമ്മളെ അറിയാം. അതുകൊണ്ടാണ് ആ പേര് വിളിക്കുന്നത്. മോനെ നമസ്കാരം. ആട്ടത്തെ ആർക്കും അറിയില്ല. അതല്ല, അമ്മ എന്ന് പറഞ്ഞ വീട്ടില് അമ്മച്ചി സംസാരിക്കുന്ന കാര്യമാണോ ഉദ്ദേശിച്ചത്? ആണ് വിഷ്ണു? വീട്ടില് അമ്മച്ചി മോനെ എന്ന് പറഞ്ഞ സംസാരിക്കുന്നതാണ് ഈ അമ്മ. ഏതാണ് ഉദ്ദേശിച്ചത്? ആർട്ടിസ്റ്റ് അസോസിയേഷൻ മലയാളം. അപ്പൊ അവര് ചർച്ച ചെയ്യുന്നതാണോ മോൻ പറയണത്? ചർച്ച ചെയ്യുന്നുണ്ട്. കാര്യം പറയൂലേ, അലിൻ ജോസ് പെരേരയുടെ പേര് പറയരുത് എന്നൊക്കെ പറയാറുണ്ടോ? പറയാറുണ്ടോ? എന്റെ പൊന്നുമോ വൈറലായി. അപ്പം ഈ സിനിമയിൽ അഭിനയിച്ചില്ലെങ്കിൽ ഈ സിനിമയിലെ ഒരു ഭാഗമായി അല്ലേ? സിനിമയുടെ അത് കണ്ടുകൊണ്ടാണ് എനിക്ക് ആ സിനിമ കാണാൻ തോന്നിയത്. പക്ഷെ ഞാനൊരു കാര്യം, അതിന്റെ റിവ്യൂ അന്നുണ്ടായില്ല, എനിക്കിവിടെ പറയാണ്. ദാവീദിന്റെ റിവ്യൂ ഇവിടെ പറയണം. ഞാൻ നേരിട്ട് കണ്ട ഒരു കാര്യം പറയാം. പിന്നെ ഇരിക്കുന്നോണ്ട് പറഞ്ഞതല്ല. ഞങ്ങള് പെപ്പയുടെ വീട്ടിലൊരു ദിവസം പോയായിരുന്നു. അപ്പോൾ ആ സമയത്ത് പെപ്പെ അമ്മ വിളിച്ചു. അമ്മയെ വിളിച്ച് ഇവനെ കാണിച്ചു കൊടുത്തു പെപ്പ. അത് ഭയങ്കര സന്തോഷമായി. ആദ്യം പെപ്പനെ വിളിച്ചപ്പോ വന്നില്ലായിരുന്നല്ലോ. വന്നു ആദ്യം ചേട്ടൻ ചെന്നപ്പോ തന്നെ വന്നില്ലായിരുന്നു. ഞാൻ ചെന്നപ്പോഴെന്നല്ല, പുള്ളി ഷൂട്ട് കഴിഞ്ഞ് വന്ന് കിടക്കുവായിരുന്നു. അപ്പൊ അവിടുത്തെ അമ്മ പറഞ്ഞു, അപ്പൊ നിന്നെ കണ്ടില്ല, അമ്മ പറഞ്ഞു മോനെ ഷൂട്ട് കഴിഞ്ഞ് വന്ന് കിടക്കുക. അപ്പൊ ഓക്കെ, അപ്പൊ ഞങ്ങൾ ദൂരെന്ന് വന്നെയാന്ന് പറഞ്ഞപ്പോ ശരി ചോദിച്ചു നോക്കട്ടെ എന്നൊരു അമ്മ ചെന്നപ്പോ പുള്ളി ജസ്റ്റ് ഒരു മുണ്ടെടുത്ത് സാധാരണക്കാരനാണ് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴാണ് ഓട്ടോയിൽ നിന്ന് ഇവനും ആക്ഷൻ ബ്ലോയിൽ അനൂപും നമ്മുടെ മറ്റേ ഏതാണ് നമ്മുടെ അങ്കമാലിച്ചാൻ അയ്യോ പേരും മറന്നില്ല. അപ്പൊ ആ ചേട്ടങ്ങളും ബിനു അങ്കമാലികളും കൂടി ചെല്ലുന്നു. അപ്പൊ അലിൻ ജോസിനെ കണ്ട പെപ്പ അതെ എടാ നീ ഇവിടെയോ? അപ്പൊ അമ്മേനെ വിളിച്ചു പറഞ്ഞ അലിൻ ജോസിനെ കാണിച്ചു കൊടുത്തു. അപ്പൊ എനിക്കൊരു അഭിമാനവും സന്തോഷവും തോന്നി ആ ഒരു നിമിഷം. കാരണം പെപ്പ അപ്പൊ നമ്മുടെ മച്ചാനെ എന്ന് പറഞ്ഞാൽ വിജയിച്ചിരിക്കുന്ന സമയമായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു വീട്ടിലേക്ക് ചെല്ലുമ്പോൾ എങ്ങനെയൊക്കെ സ്വീകരിക്കും നമുക്ക് അറിയില്ലല്ലോ. പക്ഷെ അദ്ദേഹം മാന്യമായിട്ടാണ് സ്വീകരിച്ചത്, കുഴപ്പമില്ലാത്ത രീതിയിലാണ്. ചായം കാപ്പി തന്നെങ്കിലും കണ്ടു, സംസാരിച്ചു, തന്നെ പോകുന്നു. ആർട്ടിസ്റ്റിന്റെ കാര്യം പറയല്ലേ, എനിക്ക് സങ്കടമുണ്ട്. എനിക്ക് ശരിക്കും സങ്കടമുണ്ട്. ആർട്ടിസ്റ്റിന്റെ ആസാറിന്റെ പടം ഞാൻ അതിനകത്തൊരു സീൻ ചെയ്ത, പക്ഷെ ഇവിടെ ഗ്ലാസ് ഇരിക്കട്ടെ, കാരണം കണ്ണില് എന്തോ പ്രശ്നമാണ്, കണ്ണ് ചീഞ്ഞറിഞ്ഞിരിക്കുക. അപ്പൊ എന്താണ് മിസ്റ്റർ നിങ്ങളുടെ സീൻ കാണിച്ചു. പക്ഷെ ഞാൻ ചെയ്ത സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് സീനില് ലാൽ സാറൊക്കെ അതിന്റെ ഉള്ളിൽ ഇരിക്കുമ്പോ ഷൈനിക ഇരിക്കുമ്പോ കത്തി താഴേക്ക് ആടുന്നു, കത്തി ഇങ്ങനെ കുനിഞ്ഞെടുക്കുന്ന സീനാണ്. എന്റെ ഫേസ് കാണിച്ചാണ്, പക്ഷെ എന്റെ ഇവിടം വരെയാണ് അത് കാണിക്കുന്നത്, കൈ വരെ. അതെനിക്ക് തീരെ നഷ്ടമായി. ഞാൻ ആകാശ് സാറിനെ വിളിച്ചപ്പോൾ സാറ് പറഞ്ഞു അടുത്ത പടത്തിൽ എന്തെങ്കിലും ചെയ്യാന്ന് പറഞ്ഞു. അസോസിയേറ്റിനെ വിളിച്ചപ്പോൾ പറഞ്ഞു നമ്മളൊരു പ്രതീക്ഷയോടെ ചെയ്തൊരു സിനിമയാണത്. കാരണം ഇവരുടെ നാട്ടിലായിരുന്നു ഷൂട്ട്, ഫാത്തിമ ഹോസ്പിറ്റലിൽ വെച്ചായിരുന്നു. അതിൽ അലിൻ ജോസ് പെരേര അഭിനയിച്ചിട്ടുണ്ട്, വിഷ്ണു കൊച്ചിക്കാരൻ അഭിനയിച്ചിട്ടുണ്ട്, ഓൾ ബ്രൈറ്റ് ഉണ്ട്, നിഷ ഇടുക്കി ഉണ്ട്, ഞങ്ങളുടെ ഗ്യാങ് എല്ലാം ഉണ്ട്. മാഹിമോറ്റെ ഒഴിച്ച് ബാക്കിയില്ല. മാഹിമോറ്റെ ഇല്ല കേട്ടോ. പക്ഷെ എനിക്കതൊരു വിഷമമുണ്ട് ഭായി. ഈ ഒരു അവസരം കേൾക്കും, ഈ ഇത് ചങ്ങാതിയില് ചങ്ങാതി കണ്ണാടി വേണല്ലോ, എപ്പോഴും കാണിക്കണ്ടല്ലോ. ഇപ്പൊ അതുണ്ട്. അത് ഞാൻ കോമഡി ഉത്സവത്തിൽ വന്നൊരു കലാകാരനായതുകൊണ്ട് വിനയൻ സാറ് വിളിച്ചു തന്നൊരു വേഷമാണത്. പോസ്റ്ററിലൊക്കെ വന്നു. ആ സിനിമയിൽ അഭിനയിക്കാൻ പോയപ്പോ സത്യം ഒരു വീടിന്റെ അടുത്ത് വെള്ളം കയറി കിടക്കുവായിരുന്നു, വെള്ളപ്പൊക്കമായിരുന്നു. എത്താൻ പറ്റുന്ന ദുരിതമായിരുന്നു മോനെ. വെള്ളം കയറി കിടക്കുന്ന അവസ്ഥയിലാണ്. അങ്ങനെയല്ല, കാരണം മഴ പെയ്ത് വെള്ളപ്പൊക്കം നടന്നൊരു സമയമുണ്ടല്ലോ. കാരണം റോഡിലേക്ക് എത്തണമെങ്കിൽ കുറെ റിസ്ക് എടുത്താണ് പോയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ എന്നെ പല പെർഫോമൻസ് സാറ് ചെയ്യിപ്പിച്ചിട്ടാണ് ഒരു വേഷം അതിൽ നിന്ന് ചാലക്കുടി ഓഡിഷൻ എന്ന് പറഞ്ഞ സാറിന്റെ മുമ്പിൽ വെച്ച് ഞാൻ വിനയൻ സാറിന്റെ മുമ്പിൽ വെച്ച് ഞാൻ ചെയ്തു. ഇപ്പൊ ചോദിച്ചാൽ ഞാൻ പറയും. കാരണം വിഷ്ണു കൊച്ചി കാരണം ഞാനും കൂടെ ലിഫ്റ്റില് വിനയൻ സാറിന്റെ ഒപ്പം ഇറങ്ങിപ്പോയി സംതിങ് ഈ കാര്യം ഞങ്ങൾ പറയും. മകന്റെ ഞാൻ പൊക്കമുള്ളവനല്ലേ, അതുകൊണ്ട് കിട്ടില്ല. അലിൻ ജോസ് പെരേരയ്ക്ക് കിട്ടുമായിരിക്കും, പൊക്കമില്ല. പക്ഷേ ഉണ്ടല്ലോ, ഈ പയ്യനെ കാണുമ്പോ എനിക്കൊരു കുഞ്ഞു പയ്യനായിട്ട് തോന്നണം വിനയൻ സാർ കേട്ടോ. താമര കണ്ണനുറങ്ങീണം കണ്ണും. ഞാൻ വേറെ കാര്യം പറയട്ടെ, ചെറിയൊരു സന്തോഷ വാർത്ത. വേറെ ഒന്നുമില്ല, മാർട്ടിൻ പ്രക്കാട് സാറിന്റെ ഓഫീസർ എന്ന സിനിമ ഇറങ്ങിയായിരുന്നു. അപ്പൊ അടുത്ത പടത്തിൽ ചെറിയൊരു വേഷം
സാർ എനിക്ക് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല ഞാൻ പുള്ളിയുടെ പേഴ്സണൽ എനിക്ക് അറിയാവുന്നത്. അപ്പൊ ചെറിയൊരു വേഷം, വലുതായിട്ടൊന്നുമല്ല, ചെറിയൊരു വേഷം തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു സന്തോഷം ഇപ്പൊ എല്ലാവരും അറിയിക്കണേന്ന്. ഇനിയിപ്പോ അലൻ ജോസിന്റെ അടുത്ത പ്രൊജക്ട് ഏതാണ്? പേര് പറയാൻ പേര് പറയരുത്, കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. പേര് പറയരുത്, പേര് പറഞ്ഞിട്ട് പല പലർക്കും പോയിട്ടുണ്ടോ സുമതി വളമെന്ന് പറഞ്ഞ സിനിമ ഇവന് തെറ്റ് ചെയ്തതല്ല. ഇവനൊരു വേഷം നൽകുക എന്ന് പറഞ്ഞപ്പോ അത് 10 ചാനലിൽ പറഞ്ഞവന് തെറ്റല്ല. അഭിലാഷ് പിള്ള ചേട്ടനോട് തന്നെയാണ് പറയുന്നത്. കാരണം ഞങ്ങളെപ്പോലുള്ള ആളുകള് സത്യം പറഞ്ഞ ഒരു വേഷം കിട്ടാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അഭിലാഷ് പിള്ള ആട്ടയത്തെ പോലെ സിനിമ എന്നത് എനിക്ക് വലിയൊരു ഭ്രാന്തോ അല്ലെങ്കിൽ വലിയൊരു ആവേശമൊന്നുമില്ല. അത് ഞാൻ പറയാം അത് പ്രഷറുടെ അതില്ല, പക്ഷെ മാനസികമാണെന്ന് മാത്രമേ ഉള്ളൂ. അത് ഇയാൾക്കാണ് മാനസികം. സിനിമ എന്ന് പറയുന്നത് ഒരു ഡ്രീമാണ്. അതിൽ ചെറിയൊരു ഭാഗമായി മാറാൻ പറ്റിയിട്ടുണ്ട്. ബാഡ് ബോയ്സിലും ചോളവിസ്കിലൊക്കെ ചെയ്യാൻ പറ്റി. എല്ലാ പടത്തിലും നമുക്ക് ഓരോ ഭാഗമാകാൻ പറ്റണമെന്നില്ലല്ലോ. പാഡേഴ്സിലും തല്ലുമാനും മറ്റേ ഈ നമ്മുടെ ഈ മഞ്ഞുവൽ ബോയ്സിലൊക്കെ കാണിച്ചെന്ന് പറയുന്നുണ്ട്. അതൊക്കെ ആൾക്കാരെ ഇത് കഴിയുന്നുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞതല്ല, നമുക്ക് ആ സിനിമയിൽ എന്തെങ്കിലും കിട്ടുമെന്ന് കരുതി നമ്മൾ പൂജയ്ക്ക് പോയി, നമുക്കൊരു വേഷം കിട്ടും. അങ്ങനെയല്ല, സുമതി വളവിൽ പോകുന്നത് പറഞ്ഞാൽ ആർട്ടിസ്റ്റുകളെ പരിചയപ്പെട്ട ഫോട്ടോ അതിന് വരുമെന്ന് കരുതി ഞാൻ അഭിലാഷേട്ടനെ പരിചയപ്പെടുന്ന ആദ്യമായിട്ടല്ല. ഇവിടെ അതിനു മുമ്പ് ഞാൻ എന്റെ ഒരു സുഹൃത്തിന്റെ നോട്ടീസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തപ്പോൾ, എനിക്ക് നോട്ടീസ് വിതരണമാണ് ട്രൗണിലൊക്കെ ചെയ്ത സമയത്ത് അവിടുത്തെ സാറും മേഡങ്ങളും കൂടി അഭിലാഷേട്ടനെ വിളിച്ചാണ് പരിചയപ്പെടുന്നത്. അന്ന് ഞാൻ റിവ്യൂലൊന്നും വന്നിട്ടില്ല. അങ്ങനെ ഞാൻ കലൂർ സ്റ്റേഡിയത്തിന്റെ അവിടെ അഭിലാഷേട്ടനെ പോയി കണ്ട് ഒരവസരം ചോദിച്ച ആളാണ്. അപ്പൊ എന്നെ ഒരു ചെറിയ വേഷത്തിലെങ്കിലും വിളിക്കും എന്ന് പ്രതീക്ഷിച്ചു. ഒരു ദിവസം ചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു, അഭിലാഷ് മറ്റേ പെരേര എല്ലായിടത്തും സുമതി വളവിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ചേട്ടാ സന്തോഷം കൊണ്ട് പറയുന്നതാണ്. അവൻ നമ്മളെ ഒരു സിനിമയുടെ അത് ഇവിടുത്തെ ക്രൂവിന് അത്ര ദഹിക്കുന്നില്ല എന്നൊക്കെ പറയും. എങ്കിലും നിങ്ങളെ വിളിക്കാന്ന് പറഞ്ഞിട്ട് ഇതുവരെ വിളിച്ചില്ല. ഈ കഴിഞ്ഞ ദിവസം നോക്കിയപ്പോൾ ഒരു പോസ്റ്റ് ഇട്ടേക്കുക, ഷൂട്ട് കഴിഞ്ഞ് പടം റിലീസാകാൻ പോകുന്നത്. അത് ശരിക്കും നമ്മുടെ സങ്കടം വന്നു. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെയും ആഗ്രഹം സിനിമയാണ് അല്ലെ ഭായി. ഇന്ന് നടന്മാരുടെ മക്കൾ അഭിനയിക്കുന്നു. പക്ഷെ വർഷങ്ങൾക്ക് മുമ്പ് മിമിക്രി കലാകാരന്മാരും നാടക ആർട്ടിസ്റ്റുകളും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വിളിച്ചാൽ പോകില്ല. കാരണം നമ്മൾക്ക് ഇന്നാളെ ഒരു പടം സപ്പോർട്ട് ചെയ്യാൻ വിളിച്ചപ്പോൾ നമുക്ക് വാക്ക് പറഞ്ഞത് പടത്തില് ചാൻസ് നടന്മാരുടെ മക്കൾ മാത്രം പാവപ്പെട്ടവരും എന്തായാലും സോഷ്യൽ മീഡിയ ഇതിനകത്ത് ഈ സിനിമാ നടന്മാരുടെ മക്കൾ മാത്രം അഭിനയിച്ചാൽ പോരാ. ഞങ്ങള് കഷ്ടപ്പെട്ട് അഭിനയം പഠിച്ചു വന്ന ആൾക്കാരും ഒരുപാട് പേരുണ്ട്. അവരെയും കൂടി ഒന്ന് ഉൾപ്പെടുത്തണമെന്ന് പറയണം. നായകനാക്കണ്ട, ഒരു ചെറിയൊരു റോള് അത്ര ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതാണ് ഇപ്പൊ പറയാനുള്ളത്. കാരണം എനിക്കെന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഫെയിമും പ്രശസ്തിയും ഉണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് സിനിമയിൽ അഭിനയിച്ചില്ലെങ്കിൽ ഇപ്പൊ ജീവിക്കാനും ആൾക്കാർ സെൽഫി എടുക്കാനുള്ള സിറ്റുവേഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ അഭിലാഷ് പിള്ള വിളിച്ചില്ല എന്ന് പറഞ്ഞ് എന്റെ രോമത്തിലൊന്നും ഒന്നും നഷ്ടപ്പെടാൻ പറഞ്ഞോട് ഞാൻ യോജിക്കുന്നില്ല, വിഷ്ണു യോജിക്കുന്നില്ല. നമ്മള് സ്വയം മറന്നത് പറഞ്ഞു. എനിക്ക് വലിയൊരു റൈറ്റർ ആണെങ്കിലും അദ്ദേഹം സിനിമയില് സിനിമ പേരെ നമ്മളൊന്ന് പറഞ്ഞെന്ന് പറഞ്ഞ് ക്രൂ മെമ്പേഴ്സിന് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇതിലും വലിയ പടങ്ങളില് നമ്മൾ പറഞ്ഞിട്ട് കൂടിയും അതിലൊന്നും സീൻ കട്ടിയിട്ടില്ല. പക്ഷെ ചോരവിസ്കിയുടെ പേരിലടത്തും പറയണ്ട, ഇറക്കി വിട്ടു പയ്യനെ. കാരവാൻ കൊടുത്തില്ല, അതിന്റെ ദുഃഖം അവനുണ്ടായിരുന്നു. കാരവാൻ കൊടുക്കാന്ന് പറഞ്ഞാണ് അവര് വിളിച്ചത്. ആൽബത്തിൽ റിയാസ് മുഹമ്മദ് വിളിച്ചത് കാരവാൻ കൊടുക്കാം. അഭിലാഷ് ആട്ടയത്തിന് കാരവാനുണ്ട്, നിഷ അടിക്കുണ്ട്, അലിൻ ജോസ് പേരടിക്കുണ്ട്, മാഹിൻ മോറ്റയ്ക്കുണ്ട്, വിഷ്ണു കൊച്ചിക്കാരൻ വരെ കാരവാനുണ്ട്. പക്ഷെ ഏറ്റവും അവസാനം ഇവൻ തുണി മാറിയത് വാഴത്തോടത്തിന്റെ ഇടയിൽ വെച്ച് ചെട്ടിയിട്ട് നിന്നുകൊണ്ടാണ്. അഭിലാഷിന്റെ മുണ്ട് ചുറ്റിന് കെട്ടിയിട്ട് അതും കൂടി പറയണം. ചെട്ടി മാത്രം ഇട്ടുന്ന ഈ മനുഷ്യൻ തുണി മാറി. 6 പേരെ മമ്മൂക്കയുടെ സിനിമയിലുണ്ടല്ലോ ഈ അവസ്ഥ വന്നപ്പോ കാരാവൻ കിട്ടാത്തപ്പോ മമ്മൂക്കയുടെ കോംബോ വരെ കളഞ്ഞു ആ മനുഷ്യൻ പോയപ്പോൾ പിറ്റേ ദിവസം പേരുടെ പേജിൽ കണ്ടായിരുന്നു കാരവാൻ ഇല്ലാത്തതുകൊണ്ട് 6 അഭിനയിക്കുന്നില്ല. സത്യം പറഞ്ഞാൽ ഞാൻ കാരവാൻ കണ്ടിട്ടില്ല. ഞാൻ നോക്കിയപ്പോ ഒരു ഓട്ടോ കാരവാൻ തരാമെന്ന് കിട്ടിയാൽ മതി, അല്ലെങ്കിൽ ഒരു ടെന്റ് കിട്ടിയാൽ മതി, അല്ലെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. വാഴത്തോട്ടത്തിൽ മാറുന്ന പണ്ടത്തെ നടന്മാരും നടിമാരൊക്കെ എങ്ങനെയാണോ? വാഴത്തോട്ടത്തിലല്ല, പുള്ളി പറഞ്ഞ തെറ്റാണ്. ഞാൻ മാറിയത് അടുക്കളയിൽ നിന്നാണ് മാറിയത്. ആ വാഴത്തോട്ടത്തിൽ ഞാൻ കണ്ടില്ല. താങ്കളാന്ന് അടുക്കളയിൽ വെച്ച് പിടിച്ചേ. മഴവിൽ മനോരമയിൽ ഇപ്പൊ ഒരു വീഡിയോ ട്രെൻഡ് ആയിട്ട് നടക്കുന്നുണ്ട്. അപ്പൊ എന്താണ് അതിന്റെ ഒരു സംഭവം? നിങ്ങൾ എന്തുകൊണ്ടാണ് ഇപ്പൊ എന്തിനാണ്
ഇതിന് എന്തായാലും അതിന്റെ ഗ്രൂമിംഗ് സെക്ഷനും അതിന്റെ പ്രോസസിംഗും ഉണ്ടാവും അതിന്റെ. പ്രിയപ്പെട്ട കലാകാരൻ ശ്രീ അലിൻ ജോസ് പെരേര വീണ്ടും കാരണം നമ്മളൊരു നമ്മള് ഓഡിഷൻ അതിന് ഗ്രൂമിംഗ് സെക്ഷൻ വന്നിട്ട് ഇനി അത് വിളിക്കാണ്ടിരിക്കും, അത് അവിടെ ഇഷ്ടം. പക്ഷെ നമ്മള് ചെയ്യാവുന്ന രീതിയിലാണ് അവർ പഠിച്ചിരിക്കുന്നത്, നമ്മള് വിളിച്ചാൽ പോയി ചെയ്യും. പിന്നീട് മറ്റേ ഇപ്പൊ വന്നപ്പോ തന്നെ, ഇപ്പൊ ഓഡീഷൻ വീഡിയോ വന്നപ്പോ തന്നെ ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് അത് കണ്ടിട്ടുണ്ടാവും. കാരണം നമ്മളൊരു കലാകാരനാണെന്ന് തെളിയിച്ചൊരു സംഭവം ഓഡീഷൻ വീഡിയോ വന്നത്. ആൾക്കാർ ചോദിച്ചു ഓഡീഷൻ വീഡിയോ വന്നതുകൊണ്ട് അവനെ മാറ്റി, അതുകൊണ്ട് അവനൊന്ന് പ്രൊമോട്ട് ചെയ്തതാണെന്ന് തോന്നുന്നു. അപ്പൊ അങ്ങനെയൊന്നും അല്ല. കാരണം അവർക്ക് ഒരു സ്നേഹം തോന്നി കിട്ടാതിരിക്കാം, സ്നേഹം അല്ലെങ്കിൽ റീച്ച് കിട്ടുന്നോർത്ത് കിട്ടാതിരിക്കാം. അത് നല്ല രീതിയിൽ സപ്പോർട്ടായി പോകുന്നുമുണ്ട്. കാരണം ആൾക്കാർക്ക് അസപ്റ്റേഷൻ കിട്ടുന്നത് കുറവാണ്. പക്ഷെ എനിക്കെന്ന് പറഞ്ഞത് എവിടെയും കയറിച്ചല്ല, ഏത് നടന്മാരെ മുന്നിൽ കയറിച്ചല്ല, ഏത് പാതിരാത്രി. കാരണം അത്രക്ക് പെർമിഷൻ ഗ്രാൻഡഡ് ആണ് എന്റെ കാര്യത്തിൽ. കാരണം കേട്ടില്ല, പെർമിഷൻ ഗ്രാൻഡഡ്, ഡിനേഡ് അല്ല, ഗ്രാൻഡഡ്. ബി എ പഠിച്ചതാ, തനിക്ക് സംശയം സർട്ടിഫിക്കറ്റ് ഉണ്ട്. അവൻ ബി എ പഠിച്ചിട്ടുണ്ട്, സൂക്ഷിക്കണ്ടോ? ബി എ പാസ്സാണ് അലൻ ജോസ് പെരേര. ഇനി ഇവൻ SLC എന്ന് പറഞ്ഞ ആരെങ്കിലും കളിയാക്കിയ ഈ സർട്ടിഫിക്കറ്റ് പൊക്കി കാണിക്കുന്ന, ഇതാണ് സർട്ടിഫിക്കറ്റ്. അലൻ ജോസ് പെരേര ബി എ പഠിച്ച സർട്ടിഫിക്കറ്റ് ഞാൻ പാസ്സായി തീർന്നു. അങ്ങനെ ഇത് അത് കഴിഞ്ഞ് മറ്റേ കളക്ടർ അങ്ങനെ ഓരോ ദിവസം പഠിച്ചെടുക്കും. കാരണം സിനിമ എന്നത് നമ്മുടെ പാഷൻ മാത്രമാണ്, അതൊരു ഭ്രാന്തൊന്നും അല്ല. നമുക്ക് ഇപ്പൊ അത് സിനിമയുടെ റിവ്യൂ കൊണ്ട് തന്നെ പ്രശസ്തി വാനോളമായി. ഇപ്പൊ തിയേറ്ററിൽ വരെ പോകുന്നില്ല, പക്ഷെ എങ്കിലും നമുക്ക് ഒരുപാട് കല്യാണ പ്രോഗ്രാംസും ഇനാഗ്രേഷൻസും ഒരുപാട് പേര് ചോദിച്ചുകൊണ്ടാണ് ഈ സർട്ടിഫിക്കറ്റ് ഇപ്പൊ കാണിച്ചത്. ഇപ്പൊ അടുത്തത് ഇവൻ LLB, അത് കഴിഞ്ഞ് MBBS, അത് കഴിഞ്ഞ് ജില്ലാ കളക്ടർ, എല്ലാത്തിലും ഇവൻ പഠിക്കാൻ വേണ്ടി പോകും. ജില്ലാ കളക്ടർ ആവുകയാണെങ്കിൽ